എല്ലാവർക്കും ഞങ്ങളുടെ ഐവാസ് ആപ്പിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഹാമിക്ക് 4 കുഞ്ഞു പല്ല് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു പല്ലട വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാർ ഏരിയയിലുള്ള ഒരു സിസ്റ്റമാണ് പല്ലട വെക്കാന്ന് പറയുന്നത്. കുറച്ച് ഐറ്റംസ് നിരത്തി വെക്കും, അതിന് ഹാം ഏതാണെന്ന് പിക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഹാം ഏതാണ് എടുക്കുക നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ഉള്ള പല്ലട എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഉള്ള വീഡിയോ നമ്മൾ കണ്ടിട്ട് വരാം. ഞാനിവിടെ വറക്കാത്ത അരിപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് എടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഞാനിവിടെ പച്ചവെള്ളം ഒഴിച്ചിട്ടാട്ടോ കുഴക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള അടയാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത്ര അറിയാത്തവർക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടയാണ്. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കുറഞ്ഞു പോയാലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിനൊരു കറക്റ്റായിട്ടൊരു അളവ് വേണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് എങ്ങനെ മാവ് സോഫ്റ്റായി കിട്ടുന്നോ അതിനനുസരിച്ച് ഒഴിച്ചൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ എടുത്തിട്ട് ഒഴിക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം, നമ്മുടെ അടയുടെ മാവ് സോഫ്റ്റ് ആവുന്നത് വരെ. അപ്പം ഞാനിത് മൊത്തത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ സോഫ്റ്റായി കിട്ടണം. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പാകം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ തേങ്ങ വെച്ചിട്ടാണ് ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് തേങ്ങയും 2 ഏലക്കായും കുറച്ചൊരു വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടാണ് ഇതുപോലത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമ്മുടെ കറുവപ്പട്ടയുടെ ഇല കേട്ടോ. അപ്പോൾ ഈ അടയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഈ അടയ്ക്ക് ഈ കറുവപ്പട്ടയുടെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് നമ്മുടെ ഇലേൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവർ കട്ടിയും വേണ്ട, എന്ന് വെച്ചിട്ട് അധികം തിന്നാവി പോവുകയും വേണ്ട. ഇതുപോലെ നമ്മൾ ഇലയുടെ ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേ ഷേപ്പിലുള്ള ഏകദേശം ഇതേ വലുപ്പത്തിലുള്ള ഇലയും കൂടി എടുത്തിട്ട് അതിലും ഇതുപോലെ തന്നെ മാവ് ഇതുപോലെ കുറച്ച് ഓയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓയിലിൻ്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷേ നമ്മളുടെ ഒരു സമാധാനത്തിന് കുറച്ച് ഓയിലും കൂടി ഇലമിന് മേലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ മാവ് എടുത്തിട്ട് നമുക്ക് ഇതിലിങ്ങനെ അതേപോലെ തന്നെ ഇലയുടെ ഷേപ്പിലാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 അടയും കൂടി നമുക്ക് ഒരുമിച്ചിട്ടിട്ട് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ബാക്കിയുള്ള അടയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ വരെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിലോ ഇതുപോലെ ഓട്ടമുള്ള പാത്രത്തിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം കേട്ടോ. ഇതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറും ഈ അടയ്ക്ക്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഹാമിക്ക് പല്ലട വയ്ക്കാം. ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഹാമി ഏതാ എടുക്കുക നമുക്ക് നോക്കാം.
Ready? 1, 2, 3, start. Assalamualaikum. എല്ലാവർക്കും ഞങ്ങളുടെ ഐവ സ്റ്റാഫിലേക്ക്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അസ്സലാമുഅലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഐവ സ്റ്റാഫ്. എന്തോ എങ്ങനെ ചളമായെന്ന് തോന്നുന്നു. പല്ലട വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാർ ഏരിയയിലുള്ള ഒരു സിസ്റ്റം പല്ലട വെക്കാന്ന് പറയുന്നത്. അതായത് കുറച്ച് ഐറ്റം അറിയില്ല, നാക്ക് മുടിക്കില്ല. തിരിച്ചു പറ. നാല് കുഞ്ഞു പല്ല് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു പല്ലട വെക്കാന്ന്. പല്ലട വെക്കാനുണ്ടേ. വയലാർ എഴുതുപോയത് മലബാർ ഏരിയയിലുള്ള ഒരു സിസ്റ്റമാണ് പല്ലട വെക്കുക. അതായത് 4 മലയാളിയാണോ? പിന്നെ മലയാളം മാത്രമേ പറയൂ, കാരണം മറ്റു ഭാഷകൾ അറിയില്ല. അപ്പം ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.